നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും ഒരു ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി നമ്മൾ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈസിൽ. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എത്ര ആവശ്യം നോക്കിയിട്ട്, ഇപ്പം മുഴുവനാകുമ്പോൾ കുറെ ഉണ്ടാവും, അപ്പൊ എത്ര ആവശ്യം നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പകുതിയോളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ആദ്യം ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യം നോക്കി അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ ആണ് ഇടുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മുട്ട ചേർക്കണ്ട. പകരം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നോക്കിയിട്ട് ഇപ്പം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അതായത് മസാല എല്ലായിടത്തും പിടിച്ചു വരണം. അപ്പം ഇതിൽ കുറച്ച് കോൺഫ്ലോർ കുറവെന്ന് തോന്നിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏതാണ്ട് ഒരു 8 ടേബിൾ സ്പൂണോളം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ. അപ്പം അത് ഞാൻ പറഞ്ഞില്ല, കുറച്ചായി ഇട്ട് കൊടുത്ത് അങ്ങനെ നോക്കിയാൽ മതി. മുട്ടയുടെ വലുപ്പവും അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. കോട്ടിങ് ഇങ്ങനെ കോട്ടിംഗ് ആയിട്ട് കാണണം, അതാണ് എൻ്റെ പരുവം. വെള്ളം പോലെ ആവാനും പാടില്ല. അപ്പം ഇത് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കളറ് കുറച്ചും കൂടെ നല്ല റെഡ് കളറൊക്കെ വേണമെങ്കിൽ കളർ ചേർക്കാം. ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ നോക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പം മുളകിന് എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കാത്തത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇനി ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരണം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേഷൻ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. നമുക്ക് ആദ്യം തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഓയിലിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമുക്ക് ഓരോ ബാച്ചായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്താലും മതി. അപ്പം നമുക്ക് എന്തായാലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഇടിച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടിച്ചക്കയാണെന്ന് തോന്നില്ല, നല്ല കോട്ടിംഗ് ഒക്കെ ആയി അടിപൊളിയാണ്. അപ്പം എരിവൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കളർ റെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുടെ സീസണാണ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.